KFC വായ്പാ തട്ടിപ്പിൽ PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യും. മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാകും വീണ്ടും വിളിപ്പിക്കുക. സ്വത്ത് വിവരങ്ങളിലടക്കം കൂടുതൽ വ്യക്തത വരുത്താനാണ് ED നീക്കം. രാഗൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഗൻ, ഗുഡ് മോർണിംഗ്. ഈ വായ്പാ തട്ടിപ്പിൽ PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമല്ലോ. എപ്പോഴാണ് വിളിപ്പിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KFC വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവറിനെ വീണ്ടും വിളിപ്പിക്കാനാണ് EDയുടെ നീക്കം. ഇന്നലെ വിശദമായിട്ടുള്ള മൊഴി അൻവറിനെ രേഖപ്പെടുത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് രേഖപ്പെടുത്തിയത്. അത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഇതിൽ സ്വത്തുവിവരങ്ങളിലടക്കം കൂടുതൽ വ്യക്തത വരുത്താനാണ് EDയുടെ നീക്കം. ED നേരത്തെ കണ്ടെത്തിയിരുന്നു, അതായത് സ്വത്തിൽ വലിയ തോതിലുള്ള വർധന ഈ കാലയളവിൽ PV അൻവറിന് ഉണ്ടായിട്ടുണ്ടെന്ന്. അതിൽ കൃത്യമായിട്ടുള്ള മറുപടി അൻവർ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ഇതോടൊപ്പം തന്നെ ഈ ലോൺ നേടിയതുമായി ബന്ധപ്പെട്ട ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബെനാമി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ പല അക്കൗണ്ടുകളെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ED ശേഖരിച്ചിരുന്നു. അതിൽ പല കാര്യങ്ങളും അൻവറും സമ്മതിച്ചു എന്നതാണ് ED അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇന്നലെ PV അൻവർ ED ഓഫീസിലേക്ക് വന്നത്. എന്തായാലും വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മൊഴിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നു. ഇതിനുശേഷം വീണ്ടും നോട്ടീസ് നൽകും എന്നതാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഇതോടൊപ്പം KFC ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഈ ലോൺ അനുവദിക്കപ്പെട്ടത്. അതുവഴി KFCക്ക് 22 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് കേസ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി അതിനുശേഷം ഈ മൊഴികൾ തമ്മിൽ പരിശോധിച്ച് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാണ് EDയുടെ നീക്കം.